ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വൈനാണ്. ഈ വൈൻ നമ്മൾ ഉണ്ടാക്കുന്നത് ആപ്പിൾ ചെറി കൊണ്ടാണ്. അപ്പോൾ ആപ്പിൾ ചെറി എല്ലാവർക്കും അറിയോ? ഇതാണ് ആപ്പിൾ ചെറിയുടെ ചെടി. ഇതൊരു ചെറിയ മരമാണ്. ഇതിന് ചെറി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചെറിയല്ല, കുറച്ച് വ്യത്യാസമായിട്ട് ഒരു കുഞ്ഞു ആപ്പിളിൻ്റെ ഷേപ്പുള്ള ചെറിയാണിത്. അപ്പോൾ ഈ മരത്തും അത് ഒത്തിരി ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ കേക്കൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ കിട്ടാറുണ്ട് സാധാരണ ഈ ചെറി, ഇത് സ്വീറ്റ് ആക്കിയിട്ട്. അപ്പം ഇതാണ് ആ ചെറി. ഞാനിത് വെച്ചിട്ട് ഇവിടെ വൈനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ മറ്റു ചെറി പോലെ ഇതിന് അങ്ങനെ കറയൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല മധുരമുണ്ട് ഇത് കഴിക്കാനായിട്ട്. ഒരു ചെറിയ പുളിയും നല്ല മധുരമുള്ള ഒരു ചെറിയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള വൈൻ തയ്യാറാക്കാൻ പറ്റും. ഇതിപ്പോൾ അളവിന് ഞാനൊരു 2 കപ്പ് ചെറിയാണ് എടുത്തിരിക്കുന്നത്. അതേ കപ്പ് കൊണ്ട് തന്നെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സെയിം കപ്പ് കൊണ്ടാണ് നമ്മളെല്ലാം അളന്നെടുക്കുന്നത്. ഇനി ഇത് നന്നായി തിളയ്ക്കണം. ഇത് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫാക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചു. അപ്പോൾ പഞ്ചസാര എല്ലാം വെള്ളത്തിൽ നന്നായി അലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ ചെറി നന്നായി കഴുകിയിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു ടവൽ വെച്ച് തുടച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ വൈൻ പൂക്കാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് നന്നായി തുടച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ കൂടുതൽ ആപ്പിൾ ചെറി ഉണ്ടെങ്കിൽ ഈ അളവിന് കൂടുതൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് ഇതിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് മാത്രം എടുത്ത് ചെയ്യാണ്. ഇനി ഈ ചെറിയുടെ വൈൻ ഇടുമ്പോൾ ശരിക്കും ഇതൊരു ക്ലിയർ ആയിട്ടാണ് വരിക. ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഓറഞ്ചിൻ്റെ കളർ ഒരു ഡ്രോപ്പ് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കളർ ചേർക്കണമെന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈനായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇത് ഒരു ഫോട്ടോയിൽ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് കളർ ഒറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെഡ് കളർ ഉണ്ടെങ്കിൽ റെഡ് കളർ ചേർത്താലും മതി. ഞാനിപ്പം ഒരു ഓറഞ്ച് കളറാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർക്കണം. ഈസ്റ്റ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് എയർടൈറ്റായിട്ട് അടച്ച് വയ്ക്കാം. ഇനി ഇത് ആദ്യത്തെ 5 ദിവസം ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ ചെറിയൊക്കെ മുകളിൽ പൊന്തിയാണ് കിടക്കുക. അപ്പോൾ ഇത് വെള്ളത്തിൽ മിക്സ് ആവാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. 21ാമത്തെ ദിവസം നമുക്കിത് തുറന്നിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വൈൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടി നന്നായി ഇളക്കാതെ വേണം അരിക്കാനായിട്ട്. ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മണിക്കൂറോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ഈ അരിച്ചെടുത്ത ഈ പാത്രത്തിൻ്റെ അടിയിലും കുറച്ചൊക്കെ നല്ല തെളിഞ്ഞ് വരും. അടിയിൽ കുറച്ച് അതിൻ്റെ വേസ്റ്റ് കിടന്നിട്ട്. ഇപ്പം നമ്മൾ കുപ്പിയിൽ നിന്ന് നന്നായി ഒഴിച്ചെടുത്തു. ഇനി ഈ പാത്രത്തിലും ഒരു 2 മണിക്കൂറോളം നമുക്ക് അനക്കാതെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ വൈൻ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് അടി ഇളക്കാതെ മുകൾ ഭാഗത്തുനിന്ന് മാത്രം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് എയർടൈറ്റായിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഇപ്പം ഇതുപോലത്തെ ഈ വേസ്റ്റ് വേണ്ട, നമുക്ക് ഇത് കളയാം. ഇത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ആപ്പിൾ ചെറി കിട്ടുകയാണെങ്കിൽ ഈ വൈൻ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റുള്ള നല്ല വൈനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.